എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ ഒരു വ്യൂവറിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് വ്യൂവേഴ്സിൻ്റെ ഒരു സംശയത്തിന് മറുപടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇതേ ലൈനിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കമൻറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ ചോദ്യം എങ്ങനെയാണ്, ന്യൂസിലാൻഡ് ബോർഡിന് അതായത് ഇപ്പം നമുക്കറിയാം UK നിന്നും അയർലൻഡിൽ നിന്നുള്ള നഴ്സുമാർക്ക് ഡയറക്റ്റ് എക്സാംസ് ഇല്ലാതെ രജിസ്ട്രേഷൻ കിട്ടാനുള്ള പാത്വേ ജൂലൈ 1 ന്യൂസിലാൻഡ് ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ അതനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് ബോർഡ് പറഞ്ഞിരുന്നത് ജൂലൈ 1 മുന്നേ അപ്ലൈ ചെയ്തിരുന്ന ആളുകൾക്ക് ഈ ചേഞ്ചസ് ഒന്നും ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിൽ വരുമ്പം പല നഴ്സുമാരും ഈ 1800 അവേഴ്സ് UK എക്സ്പീരിയൻസ് സാറ്റിസ്ഫൈ ചെയ്യാതെ തന്നെ ന്യൂസിലാൻഡ് ബോർഡിന് അപ്ലൈ ചെയ്യും. അപ്പം ഈ കേസ് മാനേജർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 1800 അവേഴ്സ് മീറ്റ് ചെയ്തില്ല എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി ആപ്ലിക്കൻസ് ഈ 1800 അവേഴ്സ് സാറ്റിസ്ഫൈ ചെയ്ത ശേഷം ആ ഒരു 1000 അവേഴ്സ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം എക്സാംസ് വേവ് ചെയ്ത് കൊടുത്ത് രജിസ്ട്രേഷൻ കിട്ടുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്രയും കാലം നിലനിന്നിരുന്നത്. അപ്പോൾ ഇപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജൂലൈ 1 മുന്നേ അപ്ലൈ ചെയ്ത 1800 അവേഴ്സ് മീറ്റ് ചെയ്യാത്ത പലരോടും ഇപ്പം കേസ് ഓഫീസേഴ്സ് കോമ്പറ്റൻസി എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകളോട് ഇങ്ങനെ പറഞ്ഞപ്പം അവർ പറഞ്ഞു ഞങ്ങൾ 1800 അവേഴ്സ് മീറ്റ് ചെയ്തതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പം ന്യൂസിലാൻഡ് ബോർഡ് ചിലരോട് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ജൂലൈ 1 മുന്നേ 1800 അവേഴ്സ് ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തവർക്ക് മാത്രമേ എക്സാം വേവ് ചെയ്ത് കൊടുക്കുകയുള്ളൂ എന്ന്. അപ്പം ഇത് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയത്തില്ല. ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ കേൾക്കുന്നുണ്ട്, ചിലരെ എനിക്ക് പേഴ്സണലി അറിയുകയും ചെയ്യാം. അതായത് 1800 അവേഴ്സ് മീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടും ന്യൂസിലാൻഡ് ബോർഡ് അത് അക്സെപ്റ്റ് ചെയ്യാത്ത അവസ്ഥ. പിന്നെ ചിലർ 1800 അവേഴ്സ് മീറ്റ് ചെയ്യാതെ ന്യൂസിലാൻഡ് ബോർഡിനോട് ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, ഞാൻ സബ്മിറ്റ് ചെയ്താൽ എനിക്കിത് വേവ് ചെയ്ത് തരുമോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ചിലരോടും അവർ പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾക്കത് വേവ് ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കുറേ പേരുടെ സംശയം ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സോ ബേസിക്കലി അപ്പം നമ്മളൊരു കമൻറ്റ് കണ്ടായിരുന്നു, അവരുടെ ഏജൻറ്റ് പറഞ്ഞു നിങ്ങൾ കൺകറൻ്റ്ലി നിങ്ങൾ റിട്ടേൺ എക്സാം എഴുതാൻ നോക്കുക, അതേപോലെ തന്നെ 1800 അവേഴ്സ് കിട്ടിക്കഴിയുമ്പം അത് സബ്മിറ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ അറിഞ്ഞിടത്തോളം കേസ് ഓഫീസറിനോട് എൻക്വയറി ചെയ്ത മിക്ക ആളുകളോടും നിങ്ങളത് എക്സാം എഴുതണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏജൻറ്റ് പറഞ്ഞൊരു കാര്യം അത് റൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നിങ്ങൾ കൺകറൻ്റ്ലി എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നന്നാവുക. എന്നിട്ട് 1800 അവേഴ്സ് മീറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങളത് സബ്മിറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പം അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ. കാരണം ഈ ഒരു ജൂലൈ 1 മുന്നേ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ അവർ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. കാരണം എനിക്കറിയുന്ന നമ്മുടെ സർക്കിളിലുള്ള പലരുടെയും റിപ്പോർട്ട് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. സോ ബേസിക്കലി ഏറ്റവും നല്ലത് നിങ്ങളുടെ ഏജൻറ്റ് പറഞ്ഞ ആ ഒരു ലൈൻ തന്നെ പിടിക്കുന്നതായിരിക്കും. അതായത് എക്സാമുകൾ എഴുതാൻ പ്രിപ്പയർ ആവുക, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആ 1800 അവേഴ്സ് മീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് കേസ് ഓഫീസറിനോട് ഇങ്ങനെ എനിക്കത് വേവ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും അവരുടെ റിപ്ലൈ അത് വേവ് ചെയ്ത് തരാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇതാണ് എനിക്ക് മറുപടി. ആ ഏജൻറ്റ് പറഞ്ഞ ഒരു സ്ട്രാറ്റജി നല്ലതാണ്, കാരണം നിങ്ങൾ മിസ് ഔട്ട് ആവില്ല. കാരണം ഇപ്പം 1800 അവേഴ്സ് തന്നിട്ട് നിങ്ങൾക്കത് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളെങ്കിലും എക്സാം നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നം വരില്ല. പിന്നെ ന്യൂസിലാൻഡ് എക്സാംസിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വരുന്നുണ്ട്, അതായത് അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ഒരു പാറ്റേണും ഒക്കെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പിന്നെ ചിലർക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ എക്സാംസ് എഴുതാനൊക്കെ ആയിട്ട് ന്യൂസിലാൻഡിൽ വരണം. അപ്പോൾ അതൊരു വലിയൊരു കടമ്പ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. സോ ബേസിക്കലി ഇതാണ്, നിങ്ങൾ ജൂലൈ 1 മുന്നേ അപ്ലൈ ചെയ്തവരാണെങ്കിലും 1800 അവേഴ്സ് ജൂലൈ 1 മുന്നേ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് എക്സാം എഴുതാൻ പറയാനുള്ള സാധ്യത നല്ലതുപോലെയുണ്ട്. റൂൾ ചേഞ്ചിന് മുന്നേ ഉള്ള കാര്യങ്ങൾക്ക് ആർക്കും ഒന്നും ബാധകമല്ല എന്ന് പറഞ്ഞാലും ന്യൂസിലാൻഡ് ബോർഡിൻ്റെ അവരുടെ കാര്യങ്ങൾ ശരിക്കും അങ്ങോട്ട് വരുമ്പം ചേഞ്ചസ് ഉണ്ട്. അതായത് ജൂലൈ 1 മുന്നേ അപ്ലൈ ചെയ്തവർക്കും ചെറിയ രീതിയിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സോ ഇതാണ്. അപ്പം നിങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങളൊരു വൈസ് ഡിസിഷൻ എടുക്കുക. ഡെഫിനറ്റ്ലി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ 1800 അവേഴ്സും കൂടെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്